Hello everyone, welcome to JEE Main classes. നമ്മൾ 8th ഈവനിങ് അഥവാ നാലാമത്തെ പേപ്പർ JEE Mainലെ നാലാമത്തെ പേപ്പർ 2020 നാലാമത്തെ പേപ്പറാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 11th ക്വസ്റ്റ്യൻ ആയി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയത് മിറർ ഇമേജ് ഓഫ് ദ പോയിന്റ് 1, 2, 3 ഇൻ എ പ്ലെയിൻ ഇസ് -7/3, -4/3, -1/3. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ ദിസ് പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ റഫ് ഒരു ഫിഗർ വരയ്ക്കാം, എല്ലാവരും ചെറിയൊരു ഫിഗർ വരച്ച് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നമുക്ക് ത്രീ ഡിയിൽ തന്നെ ഒരു പടം വരച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്ലെയിൻ ഉണ്ട്, ഓക്കെ. പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ പി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ എന്താണ് ഇമേജാണ് -7/3, -4/3, -1/3. പി ഡാഷ് എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈൻ. അതിൻ്റെ മിഡ് പോയിന്റ് എം പ്ലെയിനിലുണ്ടാവും. പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാം. പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒരു വിഷമമില്ല. എന്താ കാരണം? പി ഡാഷ് എന്ന് പറഞ്ഞ സാധനം പ്ലെയിൻ്റെ നോർമലാണല്ലോ. അപ്പോൾ പ്ലെയിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. അത് മാത്രമല്ല എം എന്ന് പറയുന്നത് പ്ലെയിനിലുള്ള ഒരു പോയിൻ്റാണ്. എം എന്ന് പറഞ്ഞാൽ പ്ലെയിനിലുള്ള പോയിൻ്റാണ്. എം കണ്ടുപിടിക്കാം നമുക്ക്. 1 - 7/3, അതായത് -4/3/2 അഥവാ -2/3. 2 - 4/3/2 അഥവാ 1/3. പിന്നെ 4/3. ഞാനിപ്പോൾ എന്താ ചെയ്ത് മനസ്സിലായില്ലേ? മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് എം കിട്ടി. ഇനി പി ഡാഷിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? x1 y1 z1, x2 y2 z2. ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എങ്ങനെ എടുക്കുക? x2 - x1, y2 - y1, z2 - z1. x2 - x1, y2 - y1, z2 - z1. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എന്താണെന്ന് പറഞ്ഞേ? 1 - -7/3, 10/3, 2 10/3, പിന്നെ 10/3. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഇനി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ നോർമലും അറിയാം, പോയിന്റ് ഓൺ ദ പ്ലെയിനും അറിയാമെങ്കിൽ എന്തായിരിക്കും പ്ലെയിൻ്റെ ഇക്വേഷൻ? ഡയറക്ഷൻ റേഷ്യോസ് ABC ആണ്. പോയിന്റ് ഓൺ ദ പ്ലെയിൻ x1 y1 z1 ആണെങ്കിൽ A × x - x1 പ്ലസ് B × y - y1 പ്ലസ് C × z - z1 ആണ് എന്ത്? പ്ലെയിനിൻ്റെ ഇക്വേഷൻ. A × x - x1 പ്ലസ് B × y - y1 പ്ലസ് C × z - z1 = 0 ആണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ABC എന്താണ്? നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. x1 y1 z1 പ്ലെയിനിലുള്ള ഒരു പോയിന്റ്. അപ്പോൾ നോക്കിയേ, 10/3 × x പ്ലസ് 2/3 പ്ലസ് 10/3 × y മൈനസ് രണ്ടാമത്തത് 1/3 പ്ലസ് 10/3 × z മൈനസ് 4/3 is equal to 0. 10/3 എല്ലായിടത്തും കളയാം. x പ്ലസ് y പ്ലസ് z is equal to 1. x plus y plus z is equal to 1. x plus y plus z is equal to 1 ആണ് എന്തിൻ്റെ ഇക്വേഷൻ കിട്ടിയത്? പ്ലെയിൻ്റെ ഇക്വേഷൻ കിട്ടിയത്. ഇനി ഏത് പോയിന്റ് ആണെന്ന് വെരിഫൈ ചെയ്തേ. ശരിയായത് ബ്ലോഗിൻ്റെ ഏത് പോയിന്റ് ആണെന്ന് വെരിഫൈ ചെയ്തേ. പെട്ടെന്ന് നോക്കാമല്ലോ. x plus y plus z is equal to 1 ആണത് ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. വെരിഫിക്കേഷൻ പോലും എളുപ്പത്തിലാണ് തന്നിരിക്കുന്നത്. ഏതാണ്? എ ആണ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പതിനൊന്നല്ലേ നമ്മളിപ്പോൾ ചെയ്തേ? 12ാമത്തെ ചോദ്യം. എൻട്രി 8th evening questions 12. The length of the perpendicular from the origin
on the normal to the curve x square plus 2xy minus 3y square is equal to 0. അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അറ്റ് ദ പോയിന്റ്, ഏതൊരു പോയിന്റിൽ നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 2xy മൈനസ് 3y സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2x പ്ലസ് 2xy ഡാഷ് പിന്നെ പ്ലസ് 2y minus 6y y dash is equal to 0. അപ്പോൾ ഇത് y dash കിട്ടി നമുക്ക്. y dash is equal to 2 into x plus y by 6y minus 2x അഥവാ x plus y by 3y minus x. ഇതാണ് dy by dx, ആ കർവിൻ്റെ dy by dx. ഇനി സ്ലോപ്പ് ഓഫ് ദ നോർമൽ കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഇതിൻ്റെ നെഗറ്റീവിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ് എക്സ് മൈനസ് 3y ബൈ എക്സ് പ്ലസ് വൈ അറ്റ് ദ പോയിന്റ് 2,2. അപ്പോൾ 2 മൈനസ് 6 ബൈ 4 മൈനസ് 1. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ നോർമൽ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്തായിരിക്കും? y മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ y minus 2 is equal to 2 minus x plus y is equal to 4. x plus y is equal to 4. ഇനി ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ഇങ്ങനെയാണ്. ax plus by plus c is equal to 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ എന്തായിരിക്കും? മോഡ് c ബൈ റൂട്ട് ഓവർ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. സോ ഫ്രം ഒറിജിൻ എന്തായിരിക്കും ആൻസർ? 4 ബൈ റൂട്ട് 2 അഥവാ 2 root 2. 2 root 2 is the answer. 2 root 2 is the answer. Box. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. Which of the following statements is a tautology? Tautology എന്ന് പറഞ്ഞാൽ ടി എപ്പോഴും ട്രൂ ആവുന്ന സാധനം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഐഡിയലി നമ്മൾ ചെയ്യുക ഒരു മെത്തേഡ് ഇത് വരച്ച് നോക്കുകയാണ്. ഏത്? ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. പക്ഷേ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എല്ലാ ഓപ്ഷനും ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കണം. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറേ കോംപ്ലിക്കേറ്റഡ് ഓപ്ഷൻസ് ആണെങ്കിൽ കുറേ കോളംസ് വരയ്ക്കാനുണ്ടാവും. അല്ലെങ്കിൽ എന്നുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഓപ്ഷനും ട്രൂത്ത് ടേബിൾ ഒഴിവാക്കിയിട്ട് പകരം ആൾജിബ്ര ഉപയോഗിക്കുക. ഓക്കെ, ആൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാം. ആൾജിബ്ര ഇൻ ദ സെൻസ് ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഓരോന്നോരോന്നോ വെരിഫൈ ചെയ്ത് നോക്കുക. ഇതിൽ ആൻസർ ഞാൻ പറയാം, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മറ്റേത് ചെയ്ത് നോക്കണം കേട്ടോ. മറ്റേത് അതെല്ലാം വരണേന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പി ഇംപ്ലൈസ് ക്യൂ എന്താ സംഭവം എന്ന് അറിയണം. പി ഇംപ്ലൈസ് ക്യൂവിന് ഒരു ഈക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞ സാധനം നെഗേഷൻ പി ഓർ ക്യൂ ആണ്. നെഗേഷൻ പി ഓർ ക്യൂ ആണ്. ഇനി അത് മാത്രമല്ല വേറെ അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞത് ഈക്വലൻ ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. ഡി മോർഗൻസ് ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോകണമെന്ന് ശ്രദ്ധിച്ച്, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ ക്യൂ ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുക സാധനം, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആൻഡ് ക്യൂ ഓർ പി ഓർ ക്യൂ. അപ്പോൾ ഇത് പഴയ പോലെ തന്നെ ഏത് പി ഓർ നെഗേഷൻ ക്യൂ ആയി. പി ഓർ നെഗേഷൻ ക്യൂ ഓർ പി ഓർ ക്യൂ. ഇനി ഇവിടെ നോക്കിയേ, 4 ഓപ്പറേഷനുകളും ഓർ തന്നെയാണ്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ക്യൂ ഓർ നെഗേഷൻ ക്യൂ വരുന്നുണ്ട് അവിടെ. ഓർ നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ, ക്യൂ ഓർ നെഗേഷൻ ക്യൂ ടി. ദിസ് ഇസ് ലൈക്ക് സെയിങ് A union A complement is the universal set.
ഓക്കെ, അപ്പോൾ ക്യൂവും നെഗേഷൻ ക്യൂവും ഒരേ സമയം വന്നിട്ടുണ്ട്. അതെന്തായി മാറി? ടി ആയി മാറി. പിന്നുള്ളത് പി ആണ്. ഓക്കെ, പിയുടെ കൂടെ എന്ത് ടി യൂണിയൻ ഓർ എടുത്താൽ എന്താ വരാമാണ്? ടി തന്നെയാണ്. സോ ദിസ് ആൻസർ ഇസ് ടി. ദിസ് ആൻസർ ഇസ് ടി. മറ്റു ഓപ്ഷനുകൾ ചെക്ക് ചെയ്ത് നോക്കണം. ടി ആണോ വരണത് അതോ വേറെ രീതിയിലാണോ വരണത്? സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. എന്നാലേ അതിന് ആൻസർ ഉറപ്പിക്കേണ്ടതുള്ളൂ. പരീക്ഷയ്ക്ക് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കിയിട്ട് ആൻസർ കിട്ടിയെന്ന് വരില്ല. എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യേണ്ടി വരും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13 കഴിഞ്ഞു. 14. I is equal to integral 1 to 2 dx divided by 2x cube minus 9x square plus 12x plus 4. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സാധാരണ JEE അഡ്വാൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, JEE അഡ്വാൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രൽ തന്നിട്ട് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ചോദിച്ചിട്ട് അതിൻ്റെ ലിമിറ്റൊക്കെ ചോദിച്ചാൽ ഓക്കെ, ആദ്യം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ 1/√over 2x cube minus 9x square plus 12x plus 4 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനാണത്. അതെന്തുട്ട് ഈ ഫംഗ്ഷൻ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. 1/√over 2x cube minus 9x square plus 12x plus 4 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഈ സംഭവം എടുക്കാം. 2x cube minus 9x square plus 12x plus 4. ഇതിൻ്റെ ബിഹേവിയർ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? 1 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇതെന്താണ് ഇതിൻ്റെ സീൻ നോക്കാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് എഫ് എന്ന് വിളിച്ചാൽ എഫ് ഡാഷ് എന്തായിരിക്കും? 6x square minus 18x plus 12 ആണ്. സോ ദിസ് ഇസ് 6 into x square minus 3x plus 2 ആണ്. ദിസ് ഇസ് 6 into x minus 1 into x minus 2 ആണ്. 1 to 2 എന്താ സംഭവിക്കുന്നത്? 1നും 2നും ഇടയിലുള്ള ഒരു നമ്പർ കൊടുത്താൽ ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിൽ റൂട്ടിനുള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ എന്താണ്? ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അതാദ്യം മനസ്സിലാക്കുക. ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ 1/റൂട്ടിനുള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ റൂട്ട് ഓവർ ദിസ് ക്വാണ്ടിറ്റി അതെന്തായിരിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ. ഒരു സാധനം കുറയാണ്, അപ്പോൾ റൂട്ട് ഓവർ ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക? കുറഞ്ഞ് വരികയാണ്. എന്നിട്ട് റെസിപ്രോക്കൽ എടുത്താൽ എന്താ സംഭവിക്കാൻ പോണേ? അപ്പോൾ ഇഫ് ഐ കോൾ ദിസ് g of x as 1/√over 2x cube minus 9x square plus 12x plus 4 അങ്ങനെ വിളിച്ചാൽ ജി എന്ന് പറഞ്ഞ സാധനം എന്താണ്? തന്നിരിക്കുന്ന ഇൻ്റർവെൽ 1 to 2 ഇൻ്റർവെൽ എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതായത് 1 to 2 ഇൻ്റർവെല്ലിൽ നമ്മുടെ g of x will lie between g of 1 and g of 2. 1 to 2 interval g of x will lie between g of 1 and g of 2.
ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഐ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. ഏത് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് 1 to 2 ആണ്. അപ്പോൾ ഒരു ഇനീക്വാളിറ്റി തന്നാൽ ഇനീക്വാളിറ്റിയുടെ എല്ലാ സൈഡിലും നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാൻ പറ്റും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കരുത് കേട്ടോ. ഒരു ഇനീക്വാളിറ്റിയുടെ അപ്പുറവും ഇപ്പുറവും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാൻ പാടില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലിമിറ്റ് എടുക്കാം, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കാൻ പോവാ ഞാൻ. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 ജി ഓഫ് 1 ഡി എക്സ് ലെസ് ദാൻ ഇൻ്റഗ്രൽ 1 to 2 ജി ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻ്റഗ്രൽ 1 to 2 ജി ഓഫ് 2 ഡി എക്സ്. Integral 1 to 2 g of 1 dx less than integral 1 to 2 g of x dx less than integral 1 to 2 g of 2 dx. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഐ എന്ന് വിളിച്ചത്. ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ ഐ എന്ന് വിളിച്ചത്. അപ്പോൾ ഐ ഇസ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം ജി ഓഫ് 1 എന്താ, ജി ഓഫ് 2 എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ജി ഓഫ് 1, വാട്ട് ഈസ് ജി ഓഫ് 2? വാട്ട് ഈസ് ജി ഓഫ് 1, വാട്ട് ഈസ് ജി ഓഫ് 2? ജി ഓഫ് 1 എന്താ, ജി ഓഫ് 2 എന്താ? എക്സിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 16 1/9, അപ്പോൾ 1/3. 2 കൊടുക്കുമ്പോൾ 16 16 24 44 മൈനസ് 16 1/√8 1/2√2 അല്ലേ? 1/2√2 1/2. ഈ സ്റ്റെപ്പ് വരെ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മുടെ ഇൻ്റഗ്രൽ 1 to 2 ജി എക്സ് ഡി എക്സ് ലൈസ് ബിറ്റ്വീൻ, അഥവാ I lies between integral 1 to 2 1/3 dx integral 1 to 2 1/2√2 dx. അഥവാ I lies between 1/3 and 1/2√2. I അല്ല ചോദിച്ചിരിക്കുന്നത് I സ്ക്വയർ ആണ്. അപ്പോൾ I സ്ക്വയർ lies between 1/9 and 1/8. ഓക്കെ, ഇത് അത്യാവശ്യം ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്. ഇവിടെ പക്ഷേ എന്താണ് സുഖം എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ എടുത്ത് കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അഡ്വാൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യും, രണ്ട് ഫംഗ്ഷനുകൾ തന്നെ കമ്പയർ ചെയ്തിട്ട് ഉള്ള ആൻസറൊക്കെ വരുന്ന രീതിയിലൊക്കെ വരായിരിക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/9 to 1/8 ആൻസർ ഇല്ലേ നോക്കിയേ. യെസ്, സി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് 15 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 15. If A is equal to 2, 2, 2, 2, 9, 4, I is equal to 1, 0, 0, 1, then 10 times A inverse is equal to 10 times A inverse is equal to. അപ്പോൾ ഇത് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2/2 ആണ് തന്നിരിക്കുന്നത്. 3/3 ഒന്നും തന്നിട്ടില്ല. ആണെങ്കിൽ അവർക്ക് 3/3 ഒക്കെ തന്ന് വർപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 8 - 18 -10. അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്ട് കട്ടും പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. അഡ്ജോയിൻ്റ് ഓഫ് എ വരാൻ പോണത് 4
പിന്നെ -9 -2 -9 2. അപ്പോൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എല്ലാവരും അറിയണം. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു 2/2 തന്നാൽ 2/2 തന്നാൽ അതിൻ്റെ അഡ്ജോയിൻറ്റ് പെട്ടെന്ന് പറയാൻ പറ്റണം. A = ഇങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻറ്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രിൻസിപ്പൽ ഡയഗണൽസ് സ്വാപ്പ് ചെയ്യാം, DA, മറ്റേതിൻ്റെ നെഗറ്റീവ് ആക്കാം. പ്രിൻസിപ്പൽ ഡയഗണൽസ് സ്വാപ്പ് ചെയ്യാം, മറ്റേതിൻ്റെ എന്താ നെഗറ്റീവ് ആക്കുക. പ്രിൻസിപ്പൽ ഡയഗണൽ എൻട്രീസ് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് A ഇൻവേഴ്സ് കിട്ടും നമുക്ക്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A. നമുക്ക് 10A ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10A ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സാധനം 10A ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? -4 2 9 -2 -4 2 9 -2. ഇനി അത് നമ്മൾ പെട്ടെന്ന് നോക്കണം ഏത് ഓപ്ഷനാണ് മാച്ചിങ് ആയിട്ട് വരുന്നതെന്നുള്ളത്. ഓപ്ഷൻസ് 6i - A, A - 6i, 4i - A, A - 4i. ഇത് ചെക്ക് ചെയ്യണമെന്ന് നല്ലത് കേട്ടോ. ഏത് ഐയിൽ 0 വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഐയിൽ വരുന്ന 0 വരുന്ന ഭാഗം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ്, ഇത് 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ A - 6iയോ അല്ലെങ്കിൽ A - 4iയോ ആണ് ആൻസർ. ഇനി ഏതെങ്കിലും വേറൊരു എലമെൻറ്റ് കമ്പയർ ചെയ്യാം. A - 4i ആണോ അതോ A - 6i ആണോ എന്നറിയാം. അപ്പോൾ 2 എന്നുള്ളത് -4 ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? A - 6i ആണ്. A - 6i is the answer. A - 6i is the answer. A - 6i is the answer. അപ്പോൾ ഇനി ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, അതായത് A ഇൻവേഴ്സ് Aയുടെ ടേമുകളിലൊക്കെ എങ്ങനെ എഴുതാമെന്നുള്ളതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. കെയ്ലി ഹാമിൽട്ടൺ തിയറം. എന്താ കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയണേന്ന് നോക്കി നോക്കിയേ. കെയ്ലി ഹാമിൽട്ടൺ തിയറം, എൻ്റെ കയ്യിൽ A എന്നൊരു പറഞ്ഞ മാട്രിക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം 2/2 എടുക്കാൻ പോകും. 2/2 എടുത്ത് ചെയ്യാൻ പോകും. 3/3 ഒക്കെ വർക്കൗട്ട് അത്. ഓക്കെ, ഞാൻ P ഓഫ് ലാംഡ 2/2 ബേസിക്കലി കെയ്ലി ഹാമിൽട്ടൺ തിയറം കൊണ്ട് വല്ലാണ്ടൊരു ഉപയോഗമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തല്ലോ. 3/3 പക്ഷേ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം നമ്മൾ ക്യൂബും അങ്ങനത്തേതൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, A ഇൻവേഴ്സ് എയുടെയും A സ്ക്വയറിൻ്റെ ഐയുടെ ടേമിൽ എഴുതാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ കണ്ടുപിടിക്കാൻ പോകണം. ഫോർ സം ലാംഡ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ കണ്ടുപിടിക്കാൻ പോകാം. ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ കണ്ടുപിടിക്കാൻ പോകും. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ദിസ് ബിക്കംസ് ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ B C D - ലാംഡയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരാൻ പോണത്? A - ലാംഡ ഇൻറ്റു D - ലാംഡ മൈനസ് BC. ദിസ് ഇസ് ലാംഡ സ്ക്വയർ മൈനസ് ഓഫ് A + D ടൈംസ് ലാംഡ പ്ലസ് AD - BC. ഇതിനെയാണ് ഞാൻ P ഓഫ് ലാംഡ എന്ന് വിളിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചോ. 2/2 മാട്രിക്സ് ആയതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഓഫ് A - ലാംഡ ഉണ്ടല്ലോ, അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻ ലാംഡയാണ് വന്നത്. This is called the characteristic polynomial. Characteristic polynomial. Characteristic polynomial. Characteristic polynomial. അപ്പോൾ ഒരു 2/2 മാട്രിക്സ് എടുത്തു, അതിനെ A എടുത്തിട്ട് A - ലാംഡ ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. 3/3 ആണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക? ഒരു തേർഡ് ഡിഗ്രി ക്യൂബിക് പോളിനോമിയലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ക്യൂബിക് പോളിനോമിയലായിരിക്കും. അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഇതെന്തായിരിക്കും? പി ഓഫ് ലാംഡ ഈക്വൽ ടു 0 എടുത്താൽ എന്തായിരിക്കും? ഇറ്റ്സ് എ പോളിനോമിയൽ ഇക്വേഷൻ. പോളിനോമിയൽ ഇക്വേഷൻ ആണ്. അപ്പോൾ കേലി ഹാമിൽട്ടൺ തിയറം ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും പറയുന്നത് എന്താണെന്ന് അറിയോ? എവറി സ്ക്വയർ മാട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. കേലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് എന്താണ്? ഇത് ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ ആണ്. കേലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് എന്താ? ലാംഡയ്ക്ക് പകരം എ കൊടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയുന്നത്. അഥവാ പി ഓഫ് എ ഈക്വൽ ടു ഒ ആയിരിക്കും. പി ഓഫ് എ ഇസ് ഈക്വൽ ടു ഒ ആയിരിക്കും. അപ്പോൾ നോക്കി, ഇവിടെ ഇത് പ്രകാരം എ സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ഡി ടൈംസ് എ പ്ലസ് എ ഡി മൈനസ് ബി സി, ഡയമെൻഷൻ കറക്റ്റ് ആക്കാൻ ഇവിടെ എന്ത് ചെയ്യണം? ഐ ഈക്വൽ ടു ഒ ആയിരിക്കും. ഇത് 2/2 ഇങ്ങനത്തെ ഇക്വേഷൻ വരാം കേട്ടോ. 2/2 ഇങ്ങനത്തെ ഇക്വേഷൻ വരാം. 3/3 ഇങ്ങനെ ആയിരിക്കില്ല. എ ക്യൂബും എ സ്ക്വയർ ഒക്കെ ഉള്ള രീതിയിലുള്ളൊരു ഇക്വേഷനാണ്. 2/2 ഇങ്ങനത്തെ ഇക്വേഷൻ വരാം. അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്. എ മൈനസ് ലാംഡായി കണ്ടുപിടിച്ച് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു. അത് ഒരു പോളിനോമിയലാണ്. 2/2 ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. 3/3 ആണെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. അതിനുള്ളത് ഈക്വൽ ടു 0 എടുത്താൽ ഒരു പോളിനോമിയൽ ഇക്വേഷനാണ്. ലാംഡയ്ക്ക് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഡയമെൻഷൻ കറക്റ്റ് ചെയ്യാം. ഇവിടെ ഐയും ഇവിടെയൊക്കെ ഓയെ ആക്കി മാറ്റി. അപ്പോൾ എന്താണ്? ഇത് ട്രൂ ആയിരിക്കും എന്നാണ് കേലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്. അപ്പോൾ കേലി ഹാമിൽട്ടൺ തിയറം ഇസ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് തിയറം ഇൻ ലീനിയർ ആൾജിബ്ര. ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ മേട്രിസസും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ലീനിയർ ആൾജിബ്ര. ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ 2/2 റിസൾട്ട് കാണാതെ പഠിച്ചു വയ്ക്കുക. 3/3 ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിറൈവ് ചെയ്യാം. 2/2 എപ്പോഴും ഓർത്ത് വെച്ചോ. എ സ്ക്വയർ മൈനസ് എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എ പ്ലസ് ഡി എന്ന് പറഞ്ഞ സാധനം ട്രേസ് ആണ്. ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മാണ്. എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ടൈംസ് എ പ്ലസ് എ ഡി മൈനസ് ബി സി എന്ന് പറഞ്ഞ സാധനം എന്താ? ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ടൈംസ് ഐ ഈക്വൽ ടു ഒ ആയിരിക്കും. എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ടൈംസ് എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ടൈംസ് ഐ എന്തായിരിക്കും? എപ്പോഴും ഒ ആയിരിക്കും. എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ടൈംസ് എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ടൈംസ് ഐ എന്തായിരിക്കും? എപ്പോഴും ഒ ആയിരിക്കും. എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ 2/2 കേസിൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതൊന്ന് എഴുതിയേ. എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇതാ. നമ്മളിനി ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 2294. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എഴുതാം. എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ 6a പ്ലസ് ഡിറ്റർമിനൻ്റ് മൈനസ് 10i ഈക്വൽ ടു ഒ. ഇതാണ് ഈ എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്താ ചെയ്യാൻ പോകണം? നമ്മൾ എ പവർ എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ. അപ്പോൾ എ സ്ക്വയർ എ ആയി മാറി, മൈനസ് 6i ആയി മാറി, മൈനസ് 10a ഇൻവേഴ്സ് ആയി മാറി ഈക്വൽ ടു ഒ. അപ്പോൾ 10a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് 6i. ഒറ്റ അടിക്ക് കിട്ടി നമുക്ക്. 10a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് 6i. 10a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് 6i. 10a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് 6i. അപ്പോൾ ഈ മെത്തേഡ് അറിയണം. 3/3 ഒക്കെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റണം. 3/3 എല്ലാം ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ബൈ ദ വേ, ഈ നമ്പർക്ക് വാട്സപ്പ് അയക്കാം 9037351290. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്ഡേറ്റ്സ് കിട്ടും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. അത് പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് അയക്കാം. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.